സോ മൈ നെയിം ഈസ് ആർദ്ര വിജയ് ആൻഡ് ഞാനിപ്പം ACCA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ACCA ചെയ്യുന്നതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ ഹാമ്പേഴ്സും അങ്ങനെ ചെറിയ ചെറിയ ജ്വല്ലറീസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പരിപാടികളൊക്കെ ആയിട്ടും ACCA പഠിക്കുകയും കൂടി ആയിട്ട് ഞാൻ മുന്നോട്ട് പോകണം. സോ ഇൻ ദിസ് ചാനൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ACCA ജേർണിയും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ടിപ്പും കാര്യങ്ങളും. ഞാൻ ഇതുവരെ പാസ്സാക്കി ഞാൻ ഇപ്പം ചെയ്യുന്നത് സ്കിൽ പേപ്പറാണ്. FR പേപ്പറും AA കൂടി ചെയ്യാനാണ്. സോ ഇപ്പം കറൻ്റ്ലി ഞാൻ FR മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് സെക്ഷൻ, അതായത് ജൂണിലേക്കാണ് ഞാൻ എക്സാം എഴുതുന്നത്. മാർച്ചിൽ ഞാൻ എക്സാം എഴുതുന്നില്ല. മാർച്ചിൽ ഇപ്പോൾ എക്സാം 6-നോ 4-നോ ഈ വരുന്ന ഡേറ്റിനുള്ളിലാവും. സോ ഞാൻ അന്നേരം എഴുതുന്നില്ല. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്ഷൻ, അതായത് ജൂൺ സെക്ഷനിൽ എഴുതും. സോ ഇതിൽ ഞാൻ കംപ്ലീറ്റ്ലി ACCA പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ACCA ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കൊമേഴ്സ് സ്റ്റുഡൻസിനും അതേപോലെ തന്നെ ACCA ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ലെറ്റ് സീ എന്താവും എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എന്തിനെ പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇതുവരെയുള്ളൊരു ജേർണി പറയാം. ഫസ്റ്റ് ഞാൻ എടുക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് FA ആയിരുന്നു. സോ ഇതിനെപ്പറ്റി ഞാൻ അറിഞ്ഞത് ഓക്കെ, ഞാൻ ഫസ്റ്റ് നല്ല രീതിയിൽ CA വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഒരു 9ാം ക്ലാസ് മുതൽ CA എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ അത്യാവശ്യം വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് വരയ്ക്കണം എന്നുള്ളതൊന്നും അത്ര കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിത്തത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ ഞാൻ കൊമേഴ്സ് എടുത്ത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പം കൊമേഴ്സ് എടുത്ത് CAക്ക് തന്നെ പോകാൻ വേണ്ടിയിരുന്നു. ബട്ട് ജനുവരി ആയപ്പോൾ, അതായത് +2ൻ്റെ എക്സാം വരുന്ന സമയത്ത് ജനുവരി ആയപ്പോഴത്തേന് എനിക്കൊരു ഉൾവിളി വന്നു. ഞാനൊരു പടമൊക്കെ വരച്ച് കഴിഞ്ഞപ്പം അത് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഗോ വിത്ത് മൈ പാഷൻ എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ CA എടുത്ത 5 വർഷം കൊണ്ട് തീർക്കണം, അത് കുറച്ച് ലോങ് പ്രോസസ്സാണ്. അപ്പോൾ അത്രയും പ്രോസസ്സ് എടുക്കണം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യം സെറ്റിലായി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പാഷൻ വിട്ട് പോകണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാ വിചാരിച്ചു ACCA ആക്കാനും. അപ്പോൾ ഞാൻ അങ്ങനെ ACCAയിലേക്ക് സെലക്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ACCA എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചൂസ് ചെയ്തത് FA ആണ്. ശരിക്കും എനിക്ക് ACCA എന്ന് കേട്ടു. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി റിസർച്ചൊക്കെ ചെയ്തപ്പോഴും എൻ്റെ മനസ്സിൽ ആദ്യം വന്ന് ഫസ്റ്റ് ഏത് പേപ്പർ ചെയ്യണമെന്ന് വന്നപ്പോൾ ഫസ്റ്റ് എനിക്ക് വന്നത് ACCAയിൽ FA തന്നെയായിരുന്നു. സോ അത് തന്നെ എനിക്ക് ഫസ്റ്റ് പേപ്പറായിട്ട് ചെയ്യാൻ പറ്റി. ആൻഡ് ഐ സ്കോർഡ് 82 മാർക്സ്. അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഫസ്റ്റ് പേപ്പറിന് തന്നെ അത്രയ്ക്ക് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് തോന്നും. പക്ഷേ ഓവർ കോൺഫിഡൻസ് അല്ല, ഓവർ കോൺഫിഡൻസ് ഉണ്ടാവാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ FAക്ക് എങ്ങനെയാണ് നോട്ട്സൊക്കെ എടുത്തിരുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിക്കുകയും ചെയ്യാം എൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പം ഫസ്റ്റ് ഞാൻ ക്ലാസ്സിലായിരുന്നു, നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ പോവും, അവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് കേൾക്കും. നല്ല ക്ലാസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് കേൾക്കും. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ നോട്ട് എടുക്കും. പക്ഷേ ആ നോട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം ഒരു വൃത്തിയില്ല, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടല്ല. നമ്മൾ കേൾക്കുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കും. പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പോഴാണ് ഞാൻ ഹോസ്റ്റലിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഞാനത് ഒന്നുകൂടി എഴുതും. അങ്ങനെ എഴുതുമ്പോൾ ഓൾറെഡി നമ്മൾ ഒന്നുകൂടി പഠിക്കും. ഒരേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ പഠിക്കും. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് പിന്നെ ഇരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതുപോലെ തന്നെ തിയറി കാര്യങ്ങളായാലും പിന്നെ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ നോട്ട് വെച്ച് തന്നെ പിന്നെയും നോട്ട്സ് എഴുതും. ആ നോട്ട്സും കാര്യങ്ങളും ഞാൻ എന്തായാലും കാണിക്കാം. അത് കുറച്ച് കളർഫുള്ളാക്കി സ്ട്രക്ചേർഡ് ആയിട്ടാണ് എഴുതാറുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അത് പെർഫെക്റ്റ് ആയിട്ട് തോന്നാറുണ്ട്. അതിനുശേഷം ഞാൻ എടുത്ത പേപ്പർ എന്ന് പറയുന്നത് MA ആയിരുന്നു. MAയ്ക്കും ഞാൻ ഇതേപോലെ തന്നെയാണ് ഒരു സ്ട്രാറ്റജി ചൂസ് ചെയ്തത്. പക്ഷേ FAയുടെ അത്രയും കറക്റ്റായിട്ട് നോട്ട്സും കാര്യങ്ങളും ഞാൻ എടുത്തില്ല. കാരണം MA കുറച്ചുകൂടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ, അതായത് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ നല്ലോണം ഉറപ്പിച്ച് വെച്ചില്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് തല നിൽക്കണമെന്നില്ല. എനിക്ക് കുറച്ചുകൂടെ FAയുടെ അത്ര പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ MAയിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു കൊമേഴ്സ്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. പിന്നെ എക്കണോമിക്സിലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. എങ്കിലും ഞാൻ FAയുടെ അത്രയും എക്സ്ട്രാ നോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ക്ലാസ്സിൽ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഇത് മെയിൻ പാർട്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത് മാക്സിമം ചെയ്യുക. അത് ഞാൻ FAയിലും ചൂസ് ചെയ്തിട്ടുണ്ട്. FAയിൽ നമുക്ക് എക്സാം കിറ്റ് ഉണ്ട്, കപ്ലാനും ഉണ്ട്, BPP ഉണ്ട്. കപ്ലാനും BPP നമ്മൾ നല്ലോണം രീതി ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ MAയ്ക്ക് മാക്സിമം ചെയ്യാവുന്നത്രയും ചെയ്തിട്ട് തന്നെയാണ് പോയത്. ആൻഡ് MAയിൽ ഞാൻ 71 സ്കോർ ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ഞാൻ ചെയ്തത് BT ആണ്. BTയെ പറ്റി പറയുകയാണെങ്കിൽ മറ്റേത് രണ്ടും പോലെയേ അല്ല, കംപ്ലീറ്റ്ലി തിയറിയാണ്.
അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് എനിക്ക് തിയറി അത്ര ഇഷ്ടമല്ല, എനിക്ക് നല്ല നമുക്ക് മോസ്റ്റ് ഓഫ് ആൾക്കാർക്കും ഇഷ്ടമല്ലായിരിക്കും. എനിക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എനിക്കൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പം അതുകൊണ്ടെല്ലാം ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം കാരണം എനിക്ക് അതത്ര നല്ല രീതിയിൽ എഴുതാൻ പറ്റില്ല. ഐ വാസ് ജസ്റ്റ് പാസ്റ്റ് 51 എനിക്ക് കിട്ടി, ഞാൻ പാസ്സായി, രക്ഷപ്പെട്ടു, പൈസ പോയില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ബട്ട് ഞാൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഞാൻ മോക്ക് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ 3 എണ്ണത്തിലും 3 മോക്ക് എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലെല്ലാം BTയുടെ കേസിൽ എല്ലാത്തിലും ഞാൻ പൊട്ടുമായിരുന്നു. എന്നിട്ട് ഞാൻ പോയി എന്തോ ഒരു ഇങ്ങനെയും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടെ എന്ന് വെച്ച് പോയി എഴുതി, രക്ഷപ്പെട്ടു, ജസ്റ്റ് രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയാം. ബാക്കി 2 എണ്ണം നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോസായിട്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഇടാം. അപ്പം ഇതാണ് ഇതുവരെയുള്ള എൻ്റെ ലൈഫ് എബൌട്ട് ACCA. ഇപ്പം ഞാൻ FR ചെയ്യുന്നു. കുറച്ച് ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ FR ചെയ്യുന്നത്. ഓക്കെ, അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് പറയാനായിട്ട്. ഫസ്റ്റ് ഇൻട്രോ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് എൻ്റെ സ്റ്റഡി വ്ളോഗ്സ്, എൻ്റെ ജേർണി, ഞാൻ പഠിക്കുന്നതൊക്കെ എനിക്കൊന്ന് സൂക്ഷിച്ച് വെക്കാൻ തോന്നി. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലാണ്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി ഷെയർ ഫോർ യു. അപ്പോൾ വേറൊന്നുമില്ല, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ബൈ.